മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ 122 രാഷ്ട്രങ്ങളിൽ ഔദ്യോഗികമായ മതം ക്രിസ്ത്യൻ മതമാണെങ്കിലാണ് അതിൽ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ എന്ന് പറയുക. ബുദ്ധ രാഷ്ട്രങ്ങൾ 14 എണ്ണം ഉണ്ട്. ബുദ്ധമതത്തിൻ്റെ അനുയായികളാണ്. ചൈന ഉൾപ്പെടെ, ജപ്പാൻ ഉൾപ്പെടെ, കൊറിയ ഉൾപ്പെടെ. ശ്രീലങ്ക ഭാഗികമായിട്ട് ബുദ്ധിസ്റ്റ് കൺട്രിയാണ്. പിന്നെ ഹിന്ദു കൺട്രി എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഈ രാജ്യങ്ങളിൽ, ക്രിസ്ത്യൻ രാജ്യങ്ങൾ, ബുദ്ധ രാജ്യങ്ങൾ, ജൂത രാജ്യം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം മിക്കവാറും ശാന്തമായിട്ട് തന്നെ ലോകം മുമ്പോട്ട് പോകുന്നു. വളരെ വിരളമായിട്ട് ചില മരണങ്ങളും ആക്സിഡന്റുകൾ പിന്നെ എല്ലായിടത്തും ഉണ്ടാവാം. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അവസ്ഥ നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ 15 എണ്ണത്തിനെ കൊന്നു, ബോംബിട്ടു, അല്ല പള്ളിയിൽ ബോംബ് വെച്ചു, തകർത്തു. എല്ലാം ഒരു മതത്തിനെതിരെ പറയല്ല. എന്തുകൊണ്ട് ഈ മതത്തിലെ വിഭാഗങ്ങൾ തമ്മിൽ ബോംബ് വെച്ചും മറ്റ് രീതിയിലും ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി? ശരിക്കും അഫ്ഗാനിസ്ഥാനിലൊക്കെ നടക്കുന്നത് എന്താണ്? അമേരിക്ക കൊണ്ടുവന്നിട്ട് ബോംബിട്ടിട്ട് കുറേ ISIS പ്രവർത്തകരെ. എന്തുകൊണ്ട് ഇവർ തീവ്രവാദത്തിലേക്ക് പോകുന്നു? ഈ തീവ്രവാദത്തിലേക്ക് ഇവരുടെ മനസ്സ് പോകാൻ കാരണം എന്താ? മറ്റു മതങ്ങളിൽ ഇതുമാതിരിയുള്ള തീവ്രവാദം ഇല്ലാതെയാവാൻ കാരണം എന്താ എന്ന് ചിന്തിച്ചു നോക്കാം. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ചിന്തിക്കണം. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ് ഇസ്ലാം എന്ന് എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിൻ്റെ ചുവട്ടിൽ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രതികരണം ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം, ഭാരതം എന്ന രാഷ്ട്രത്തിൽ ജമ്മുവിൽ, കാശ്മീരിൽ ഒഴികെ ബാക്കി സ്ഥലത്തെ മുസ്ലിങ്ങൾ എന്ത് ശാന്തമായിട്ടായിരിക്കുന്നത്? ഇതേ അള്ളാഹു, ഒരേ കാബ, ഒരേ ഖുർആൻ, ഒരേ പ്രവാചകൻ, ഒരേ രീതി, ഒരേ തരത്തിലുള്ള ആഘോഷങ്ങൾ, ഒരേ തരത്തിലുള്ള ഉത്സവങ്ങൾ, ഒരേ തരത്തിലുള്ള ഈശ്വരാരാധന. എന്നിട്ടും ഏതോ മതവിഭാഗങ്ങൾ തമ്മിൽ ഹിന്ദുക്കളെ ജാതി, അസ്പൃശ്യത, തൊട്ടുകൂടായ്മ, തീണ്ടല് എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുമ്പോഴും ഇപ്പുറത്തൊരു മതത്തിൽ നോക്കാം, വേദനാജനകമാം വിധത്തിൽ മനുഷ്യരെയല്ലേ മനുഷ്യർ കൊല്ലുന്നത്? മനുഷ്യർക്ക് വേദനയില്ലേ? ഈ ബോംബ് വീണ് 127 കുട്ടികൾ പാകിസ്ഥാനിൽ മരിച്ചപ്പോൾ ആരാ ബോംബിട്ടത്? മുസ്ലിങ്ങൾ തന്നെ. മരിച്ചതാരാ? മുസ്ലിങ്ങൾ തന്നെ. അവരുടെ മാതാപിതാക്കൾ ആരാ? ഇതേ അള്ളാഹുവിനെ ആരാധിക്കുന്നവര്. എത്രയാ പാകിസ്ഥാനിൽ ഇതുമാതിരി സംഭവിക്കുന്നത്? അതൊരു മുസ്ലിം രാഷ്ട്രം. എത്ര ഇറാഖിൽ സംഭവിക്കുന്നത്, ഇറാനിൽ സംഭവിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്, സിറിയയിൽ സംഭവിക്കുന്നത്, ഈജിപ്തിൽ സംഭവിക്കുന്നത്. ഇതേ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ പോയിട്ടും ഇതേമാതിരി ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ആരും ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കും. ഒരു യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പ്രഭാഷണം നടത്തിയാലൊന്നും ഇതില്ലാതെയാവില്ല. പക്ഷെ എൻ്റെ മതം മാത്രം നല്ലത്, ഞങ്ങളുടെ പുസ്തകം മാത്രം നല്ലത്, ഞങ്ങളുടെ വീക്ഷണം മാത്രം നല്ലത്, ഞങ്ങളുടെ ദൈവം മാത്രം നല്ലത് എന്ന് രാപ്പകൽ ആക്രോശിക്കുന്നവർക്ക്, രാപ്പകൽ വിളിച്ചോതുന്നവർക്ക് ആ മതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കാണാനും അറിയാനുമുള്ള അവസരം ഇല്ലേ എന്ന് മാത്രം ചോദിക്കാനാണ് ഇതുകൂടി സൂചിപ്പിച്ചത്. ജസ്റ്റ് ചിന്തിച്ചു നോക്കാം. എത്ര പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഒരു വ്യക്തി ബസ് തീ കത്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്ന പേരിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്തേ ഇതിനേക്കാൾ ഭീകര പ്രവർത്തനം നടത്തിയവർ പുറത്ത് നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത് സംഭവിക്കാതെ എന്തുകൊണ്ടാണ്? ആദ്യം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം അയാളുടെ വീട്ടിൽ ചെന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അയാളുടെ മകളുടെ വീട്ടിൽ ചെന്ന് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്നു. എന്തേ പുറത്തേക്ക് വരാത്തത്? ഓരോന്നും ചിന്തിച്ചു നോക്കാം. ഒരു നെഗറ്റീവും വെച്ച് ചിന്തിക്കരുത്, ഒരു തിന്മയും വെച്ച് ചിന്തിക്കരുത്. എന്തുകൊണ്ട് ഒരു മതത്തിലെ വിഭാഗം ശരിക്കും ബോംബ് ഉണ്ടാക്കാനും അത് നശിക്കാനും അതുപോലെ തന്നെ വധിക്കാനും കൊല്ലാനും ചാവാനും ചോര കണ്ട് തിമർക്കാനും നിഷ്കളങ്കരായ വ്യക്തികളെ ഉന്മൂലനം ചെയ്യാനും ആരോടുള്ള പ്രതികാരമാണിത്? വെറുതെ ഒന്ന് ചിന്തിക്കണം. ധാരാളം മുസ്ലിങ്ങൾ നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. ഒരു വിഭാഗത്തിൽ ഇത്രയും എളുപ്പത്തിൽ തീവ്രവാദം എങ്ങനെ അവരുടെ രക്തത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊന്നറിയാൻ വെറുതെ ശ്രമിക്കുക.
എതിർക്കാനോ പുച്ഛിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ നിരാകരിക്കാനോ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. വസ്തുതകൾ ചിന്തിക്കാൻ ഒരു കസേരയിൽ ഫാനിന്റെ ചുവട്ടിൽ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഇതുകൂടി ഒന്നറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.